ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറിനെ വിമർശിച്ചുകൊണ്ടുള്ള ധാരാളം വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഷഫീന ബീവിയെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാവരെയും അധിക്ഷേപിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. വളരെ വൾഗർ ലാംഗ്വേജ് ആണ് എപ്പോഴും അവരുടെ ലൈവിലാണെങ്കിലും അതേപോലെ തന്നെ വീഡിയോസിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. പഴയകാല വീഡിയോസിലും ലൈവിലും ഒക്കെ അത് ഏറ്റവും കൂടുതലായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, ഞാൻ അവരെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവരെങ്ങനെ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ 2-3 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വലിയ ചാനലിൻ്റെ മുതലാളിയായിട്ടാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ അവർക്ക് ആരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത്? എല്ലാവരെയും അധിക്ഷേപിക്കാനായിട്ടുള്ള ലൈസൻസ് ആര് കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. സർവ്വ ആൾക്കാരെ അവർ കുത്തിയിരുന്ന് വളരെയധികം മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ചാണ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ള എന്ന് പറയുന്ന നടിയുടെ മകളായിട്ടുള്ള ദയാ സുജിത്തിനെ അവർ അധിക്ഷേപിച്ച് വളരെയധികം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് അവർക്കിപ്പം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ദയാ സുജിത്ത് എന്ന് പറയുന്ന കുട്ടി വിദേശത്തൊക്കെ പോയി ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ച ഒരു കുട്ടിയാണ്. അവളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അങ്ങനെയുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയി ലൈക്ക് ചെയ്യാറുണ്ട്, ആ കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫോളോവേഴ്സ് അവർക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ പിക്കൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷഫീന ബീവിക്ക് എന്താണ്, ഇപ്പോൾ ആ കുട്ടി മോഡേൺ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു പിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടതിന് ശേഷം ഷഫീന ബീവിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അവർ കുത്തിയിരുന്ന ആ കുട്ടിയെ പറ്റിയിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. അതുപോലെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച്, എന്നുവെച്ചാൽ നമുക്ക് ചിന്തിക്കാനും പറയാനും പോലും നാണം വരുന്ന രീതിയിലുള്ള വാക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അത്രയും ചെറിയ ഒരു പെൺകുട്ടിയെ അവർ അധിക്ഷേപിച്ചിട്ടുള്ളത്. ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. ഈ സ്ത്രീ മനസ്സമാധാനം കൊടുക്കത്തില്ല. ഒരാളുടെ പുറകിന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു മനസ്സമാധാനം കൊടുക്കാതെ അവരുടെ പിന്നാലെ കൂടും. അവരെ ഉപദ്രവിക്കുന്നതിന് പിന്നെ എന്താണ് പറയുക, ഒരു ലിമിറ്റും കാണത്തില്ല. അവരെ ആത്മഹത്യയുടെ വക്കിൽ എത്തിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ഈ ലോകത്തു നിന്ന് പോകണം. അതുപോലായിരിക്കും ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും പിന്നെ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ രേണുസുധിയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ രേണുസുധിയുടെ പല കാര്യങ്ങളോടും നമുക്കും വിയോജിപ്പ് കാണും, ഇവർക്കും വിയോജിപ്പുണ്ട്. ഇവർക്കത് മാന്യമായ ഭാഷയെ പറയാമല്ലോ. പക്ഷേ ഇവർ പറയുന്ന ലാംഗ്വേജ്, ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ ഓരോ വാക്കുകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവർ എന്തോരമാണ് ഓരോ മനുഷ്യരെയും ദ്രോഹിക്കുന്നത്, കണ്ണുനീര് കുടിപ്പിക്കുന്നത് എന്നുള്ളത്. രേണുസുധിയെ പറ്റി ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തുമാത്രമാണ് വിമർശന വീഡിയോസ് രേണുസുധിയെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ളത്? അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ വിടാനായിട്ട് ഇവർ കൂട്ടാക്കുന്നില്ല. അതുപോലെ നുണക്കഥയാണെന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഇനി എന്നവർ മരിക്കുന്നോ അന്ന് വരെ പുറകിന് നടന്ന് ഉപദ്രവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം അവരോട് വൈരാഗ്യവും ഇങ്ങനെ ശത്രുതയും കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. ഇത് ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ്. ഇവരങ്ങനെയാണ്. ഇവർക്ക് ഒരാളോട് ഇഷ്ടമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ വീഡിയോസ് ചെയ്ത് അവർ എത്രത്തോളം മോശമാക്കാവോ അത്രത്തോളം മോശമാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. കുറേയധികം സ്ത്രീകളെ, കുറേയധികം യൂട്യൂബേഴ്സിനെ, കുറേ വ്യക്തികളെ, കുറേ സെലിബ്രിറ്റീസിനെ, കുറേയധികം പൊളിറ്റീഷ്യൻസിനെ ഒക്കെ ഇവർ കുത്തിയിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രീതിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എല്ലാം ഒരു ലിമിറ്റിന് മുകളിലാകുമ്പം ആളുകൾ പ്രതികരിക്കും. ഇവരിപ്പം ഇതാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയെ, ദയാ സുജിത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അതാണ് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇവർക്കെതിരെ ഇത്രയധികം വിമർശനം വരുന്നത്. നമുക്ക് ആർക്ക് വേണേലും വിമർശിക്കാം. ഒരു വിമർശനം എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിരിക്കണം. ആരോഗ്യപരമായ വിമർശനം എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തി അധിക്ഷേപത്തിലേക്ക് ഒക്കെ പോകുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ അധിക്ഷേപിക്കുമ്പോഴും ഒക്കെയാണ് അത് മനുഷ്യർക്ക് ഹർട്ടാകുന്നതും ഇല്ല അവരും അതിനെതിരെ പ്രവർത്തിക്കുന്നതും ഒക്കെ. ഇവർ മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ മാന്യത പുലർത്തണമെന്ന് പറയുമ്പം ഇവരുടെ വാക്കുകളിൽ ആ മാന്യത പുലർത്തണ്ടേ? വാക്കുകളിൽ മാന്യത പുലർത്തിക്കൊണ്ട് വേണ്ടേ ഇവർ മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിൽ മാന്യതയില്ല എന്ന് പറയേണ്ടത്? ഇവരുടെ വാക്കുകളിൽ മാന്യതയുണ്ടോ? അപ്പോൾ മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ ഇവർക്ക് പറയാൻ എന്ത് യോഗ്യത? ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരുടെ വസ്ത്രധാരണം അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊന്നും പറയാൻ നമുക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. അത് ഓരോരുത്തരുടെ അവകാശമാണ്, അവരുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പറയാം ഇത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കുഴപ്പം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കുഴപ്പമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയാം. പക്ഷേ അത് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവർക്ക് എന്താണ് ഇതൊക്കെ മനസ്സിലാകാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും 3 ലക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവരുടെ ചാനൽ എത്രയും പെട്ടെന്ന് 3 ലക്ഷം ആകാനായിട്ടുള്ള ഒരു പരിപാടി ഇവർ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒന്നും വരാഴികളോ ഇല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഇവർക്ക് നേരിടേണ്ടി വരുമെന്നൊന്നും അറിയാതൊന്നും ചെയ്താതൊന്നും അല്ല. ഇവർക്കറിയാം ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്ന്. പക്ഷേ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തുമെന്ന്, ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്യുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവരുടെ റീച്ചിന് വേണ്ടി തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട്
ദയാ സുജിത്തിനെ പറ്റിയിട്ട് ഇത്ര മോശം പറഞ്ഞു. ഇവരുടെ ഫ്രണ്ടാണെന്ന് പറയുന്ന ഒരു നടിയുണ്ട്, മഞ്ജു പത്രോസുമായിട്ട് ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മഞ്ജു പത്രോസ് ഇടുന്ന വേഷങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ ശരീരം കുറച്ച് തടിച്ചാണെങ്കിൽ പോലും അവർക്ക് ചേരാത്ത വേഷങ്ങളാണ് മഞ്ജു പത്രോസ് എപ്പോഴും ഇടാറുള്ളത്. അതിനെ അധിക്ഷേപിച്ചൊന്നും ഇവരൊരു വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് അവരുടെ ഫ്രണ്ടാണ്. മറ്റുള്ളവരാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇവർക്ക് കുറ്റം. ഇവർക്ക് ഇഷ്ടമുള്ളവരെ ഇവരൊന്നും പറയില്ല, മറ്റുള്ളവരെയല്ലേ ഇവർ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന ഈ ഒരു സ്വഭാവം ഒട്ടും നല്ലതല്ല. അതേപോലെ തന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് അവരെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അവർ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തന്നെ പറയാനായിട്ട് ഈ സബ്സ്ക്രൈബേഴ്സും പഠിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അതും ഇവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതെല്ലാമാണ് ശരി, ഇല്ലെങ്കിൽ ഇവരുടെ കുടുംബമാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരാണ് നല്ലതെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് ഇവർക്ക്. അങ്ങനെയല്ല, എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും കാണും. എല്ലാം മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റും, മനുഷ്യർക്കേ തെറ്റ് പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഇവരും മനസ്സിലാക്കണം. എല്ലാവരെയും വിമർശിക്കാൻ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വന്ന് നോക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരിനിയിപ്പോൾ ആരെയൊക്കെ എത്ര തെറി വിളിച്ച് ചെയ്താലും ഇവരിങ്ങനത്തെ ഒരാളായതുകൊണ്ട് അതിനെ എല്ലാവരും ആ രീതിയിലേ കാണത്തുള്ളതെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്കിവരെ പറ്റി ഒരു വിമർശന വീഡിയോ ചെയ്യാനായിട്ട് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള വ്യക്തി അധിക്ഷേപങ്ങൾക്ക് ഒരു കടിഞ്ഞാണ് ഇടേണ്ടത് അത്യാവശ്യമാണ്. ആരെയും എന്തും പറയാം, എന്തും തോന്നിയാസങ്ങൾ വിളിച്ച് പറയാം എന്നുള്ള ഇവരുടെ ഒക്കെ ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ ഇവരുടെ നാക്കിൻ്റെ നീളം കൂട്ടുന്ന ഇല്ല അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ തീർച്ചയായിട്ടും എല്ലാവരും തടയണം. അവർക്കെതിരെ എല്ലാവരും സംസാരിക്കണം. വിമർശനം നല്ലതാണ്, പക്ഷേ അതിനും ഒരു മാന്യത കാത്തു സൂക്ഷിക്കണം എന്ന് പറയാനായിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.